നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് സിവിൽ പോലീസ് ഓഫീസറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് AR ക്യാമ്പിലെ CPO സുധീഷാണ് മരിച്ചത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിനു മുന്നിലെ റോഡിൽ യുവജന സംഘടനകൾ സ്ഥാപിച്ച പ്രചാരണ നിർമ്മിതികൾ പൊളിച്ചു നീക്കി. സബ് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലെ നിർദ്ദേശപ്രകാരമാണ് നിർമ്മിതികൾ നീക്കിയത്. കാസർഗോഡ് സംഘടിപ്പിച്ച സംസ്ഥാനത്തെ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ വാക്പോര്. കേന്ദ്രമന്ത്രി V മുരളീധരനും മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിലാണ് വാക്തർക്കമുണ്ടായത്. ദേശീയപാത വികസന പ്രവൃത്തി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 4 റീച്ചുകളിൽ ഏറ്റവും വേഗത്തിൽ പ്രവൃത്തി പുരോഗമിക്കുന്ന റീച്ചായി തലപ്പാടി ചെങ്കള റീച്ച്. 62.3% പ്രവൃത്തി പൂർത്തിയായി. BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്കായി ടൗണിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന ആവശ്യം. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം BMS കാസർഗോഡ് മേഖലാ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് സിവിൽ പോലീസ് ഓഫീസറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് AR ക്യാമ്പിലെ CPO സുധീഷാണ് മരിച്ചത്. കറന്തക്കാട് പഴയ ആശുപത്രി കെട്ടിടത്തിന് സമീപത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കാസർഗോഡ് കറന്തക്കാട്ടെ പഴയ ആശുപത്രി കെട്ടിടത്തിന് സമീപത്ത് സിവിൽ പോലീസ് ഓഫീസറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് AR ക്യാമ്പിലെ CPO സുധീഷാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മൃതദേഹം കണ്ടത്. വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു. സുധീഷിന്റെ മുഖത്ത് പാട് കണ്ടെത്തിയിട്ടുണ്ട്. മുഖമടച്ച് വീണപ്പോഴുണ്ടായതാകാം ഇതെന്നാണ് സംശയിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. പോലീസ് നായയും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാസർഗോഡ് AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറായ സുധീഷ് ആലപ്പുഴ സ്വദേശിയാണ്. കുറച്ചു ദിവസമായി AR ക്യാമ്പിൽ ജോലിക്കെത്തുന്നുണ്ടായിരുന്നില്ല. അവധിക്ക് അപേക്ഷയും നൽകിയിരുന്നില്ല. മദ്യപാനശീലമുണ്ടായിരുന്ന സുധീഷ് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുമായി അടുപ്പം പുലർത്താറുണ്ടായിരുന്നില്ല. മരണത്തിൽ സംശയകരമായ മറ്റു കാര്യങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് മുന്നിലെ റോഡിൽ യുവജന സംഘടനകൾ സ്ഥാപിച്ച പ്രചാരണ നിർമ്മിതികൾ നീക്കം ചെയ്തു. സബ് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലെ നിർദ്ദേശപ്രകാരം യുവജന സംഘടനകൾ പ്രചാരണ നിർമ്മിതികൾ സ്വയം നീക്കം ചെയ്യുകയായിരുന്നു. ഇതോടെ ദിവസങ്ങളായി നടന്നുവന്ന രാഷ്ട്രീയ പോരാണ് അവസാനിച്ചത്. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം DYFI കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ റോഡിൽ സ്ഥാപിച്ച വായനാശാലയും പിന്നാലെ യൂത്ത് കോൺഗ്രസ് ഇതേ സ്ഥലത്തിന് സമീപം കെട്ടിയ റിപ്പബ്ലിക് ദിന റാലിയുടെ പ്രചാരണ ഷെഡും യുവമോർച്ച സ്ഥാപിച്ച അയോധ്യ ക്ഷേത്ര പ്രചാരണ കൂടാരവും പൊളിച്ചു നീക്കി. നിർമ്മിതികൾ ക്രമസമാധാന പ്രശ്നങ്ങൾക്കുൾപ്പെടെ കാരണമായേക്കാവുന്ന സാഹചര്യമുണ്ടായിരുന്നു. വിഷയത്തിൽ മുസ്ലിം ലീഗ് ഹൈക്കോടതിയെ സമീപിച്ച് നിയമ പോരാട്ടവും തുടങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിൽ കാഞ്ഞങ്ങാട് സബ് കളക്ടർ വെള്ളിയാഴ്ച വൈകിട്ട് നിയമലംഘനങ്ങൾ നടത്തിയ യുവജന സംഘടനകളുടെയും നിയമ പോരാട്ടത്തിനിറങ്ങിയ മുസ്ലിം ലീഗിന്റെയും പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർക്കുകയും യോഗ നിർദ്ദേശപ്രകാരം യുവജന സംഘടനകൾ സ്വയം തന്നെ നിയമലംഘന നിർമ്മിതികൾ നീക്കം ചെയ്യുകയുമായിരുന്നു. രാത്രി 10 മണിയോടെയാണ് ഇവ നീക്കം ചെയ്തത്. DYFI റോഡിൽ വായനാശാല സ്ഥാപിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തുടക്കത്തിൽ യൂത്ത് കോൺഗ്രസ് നഗരസഭാ സെക്രട്ടറിക്കും മുസ്ലിം ലീഗ്, ഇതിനുശേഷം ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, നഗരസഭാ സെക്രട്ടറി എന്നിവർക്കും പരാതി നൽകിയിരുന്നു. നടപടി ഉണ്ടാകാത്തതോടെയാണ് വായനാശാലയ്ക്ക് സമീപത്തായി കോൺഗ്രസ് കുടിൽ കെട്ടിയത്. പിന്നാലെ യുവമോർച്ച അയോധ്യ ക്ഷേത്ര പ്രചാരണ കൂടാരവും സ്ഥാപിച്ചു. നിർമ്മിതികൾ നീക്കം ചെയ്തതോടെ ദിവസങ്ങളായി നടന്നുവന്ന രാഷ്ട്രീയ പോരാണ് കാഞ്ഞങ്ങാട്ട് അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് സംഘടിപ്പിച്ച സംസ്ഥാനത്തെ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ മന്ത്രിമാരുടെ വാക്പോര്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരനും കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിലാണ് വാക്തർക്കമുണ്ടായത്. സംസ്ഥാനത്തെ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ കേന്ദ്രമന്ത്രി V മുരളീധരനും മന്ത്രി PM മുഹമ്മദ് റിയാസും തമ്മിൽ വാക്പോര്. ഇരുവരും ഓൺലൈനായാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ആദ്യം പ്രസംഗിച്ച മുരളീധരൻ കേന്ദ്ര പദ്ധതികൾ പ്രചരിപ്പിക്കുന്നതിൽ മുഹമ്മദ് റിയാസിന്റെ നവമാധ്യമ പോസ്റ്റുകൾ സഹായകരമായി എന്ന് പറഞ്ഞതാണ് വാക്പോരിനിടയാക്കിയത്.
കേന്ദ്ര ഫണ്ട് ആകാശത്ത് നിന്ന് വരുന്നതല്ലെന്നും സംസ്ഥാനങ്ങളുടെ അവകാശമാണെന്നും സംസ്ഥാനത്തെ ഓരോ പൗരനും നികുതി അടയ്ക്കുന്നുണ്ടെന്നും മന്ത്രി റിയാസ് തന്റെ പ്രസംഗത്തിൽ തിരിച്ചടിച്ചു. അരിക്കൊമ്പൻ ആനയെ മയക്കുവെടിവെച്ച് തേക്കടിയിലേക്ക് കൊണ്ടുപോയ മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് അത് സംസ്ഥാന സർക്കാർ പദ്ധതി നിന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചെന്നും ഇടുക്കി ഡാമിന് സമീപത്തെ ഇക്കോ ലോഡ്ജ് പദ്ധതിയുടെ സിംഹഭാഗവും കേന്ദ്ര ഫണ്ടായിട്ടും അതിന്റെയും ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ശ്രമിച്ചെന്നും മുരളീധരൻ പരിഹസിച്ചു. അരിക്കൊമ്പൻ റോഡ് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശസ്തമായ റോഡിന്റെ ചിത്രം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടം കേരളത്തോട് വിളിച്ചു പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പലപ്പോഴും കേന്ദ്ര പദ്ധതികൾക്കടക്കം വലിയ പ്രൊമോഷൻ ആകാറുണ്ട്. ഈയിടെ ഇടുക്കിയിലെ തന്നെ ഇക്കോ ലോഡ്ജുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ സമൂഹ മാധ്യമത്തിൽ കണ്ടു. ഏതാണ്ട് 6 കോടി മുടക്കി ഇടുക്കി അണക്കെട്ടിനോട് അടുത്ത് നിർമ്മിച്ച ഇക്കോ ലോഡ്ജിന്റെ 5 കോടിയും കേന്ദ്ര ഫണ്ടാണ്. പറഞ്ഞു വന്നത്, നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലിൽ ഇടുക്കി ജില്ലക്കുണ്ടാകുന്ന വികസന കുതിപ്പിനെ കുറിച്ചാണ്. മൂന്നാർ ബോഡിമെട്ട് ദേശീയപാത നിർമ്മാണം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് എന്ന വസ്തുത തുറന്നു പറഞ്ഞ ശ്രീ ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസിനെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ സംസ്ഥാനത്തിനെതിരെ കുപ്രചാരണങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാണ് മന്ത്രി റിയാസ് ആരോപണങ്ങളെ പ്രതിരോധിച്ചത്. 5000 കോടിയിലേറെ രൂപ ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പിനായി നൽകിയ കാര്യം പാർലമെന്റിൽ കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞപ്പോഴാണ് കുപ്രചാരണം നടത്തിയവരുടെ വായടഞ്ഞത്. കേരളത്തെ പിന്തുണയ്ക്കുന്നതിന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് നന്ദിയുണ്ട്. ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം ശരിയല്ല എന്നും റിയാസ് പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണങ്ങൾ ഇനിയും തുടരും. അദ്ദേഹം പ്രത്യേകം പറഞ്ഞതിന് പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ്. എന്നാൽ ചെറുതോണി പാലം ഉൾപ്പെടെയുള്ള പാലങ്ങളുടെ പ്രവൃത്തി എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്നും അതിന് കൃത്യമായി സംസ്ഥാന സർക്കാർ നടത്തിയ പങ്കെന്താണെന്നും സംസ്ഥാന സർക്കാർ അതിൽ വഹിച്ചിട്ടുള്ള പങ്ക് പോലെ തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ കുറിച്ചും ഈ നാടിനറിയാവുന്ന കാര്യമാണ്. ആരാണ് ഇതിന്റെ പ്രവർത്തികൾ നടത്തിയത്? PWD കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ വിഭാഗം ഇതിന്റെ പല പ്രവർത്തികളും നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അതിൽ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ കേന്ദ്ര ഫണ്ടാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. തീർച്ചയായും കേന്ദ്ര ഫണ്ട് തന്നെയാണ്. എന്നാൽ കേന്ദ്ര ഫണ്ട് എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് വരുന്നതല്ല. കേരളത്തിലെ ഓരോ പൗരനും നൽകുന്ന നികുതി പണത്താൽ നിറയുന്ന ഖജനാവിൽ നിന്ന് വരുന്ന പണമാണ്. അത് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ അവകാശമാണ്. അതല്ലാതെ ഔദാര്യമല്ല. അതിനെ ഒരു ഔദാര്യമായി കണ്ട് പറയുന്ന രീതി തെറ്റാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയായ 3 ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനവും 9 പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് കാസർകോട്ടെ വേദിയിൽ നടന്നത്. പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത വികസന പ്രവൃത്തി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 4 റീച്ചുകളിൽ ഏറ്റവും വേഗത്തിൽ പ്രവൃത്തി പുരോഗമിക്കുന്ന റീച്ചായി തലപ്പാടി ചെങ്കള റീച്ച് 62.3% ഈ റീച്ചിൽ പ്രവൃത്തി പൂർത്തിയായത്. കരാർ തീരുവാൻ ഇനി 1.25 വർഷം മാത്രം ബാക്കി നിൽക്കെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ റീച്ചുകളിൽ 51% പ്രവൃത്തി ബാക്കിയാണ്. കാസർഗോഡ് നഗരം ഉൾപ്പെടുന്ന തലപ്പാടി ചെങ്കള റീച്ചിൽ ദേശീയപാത വികസന പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നു. റീച്ചിൽ മൊഗ്രാൽ, കുമ്പള, ഷിറിയ, ഉപ്പള പാലങ്ങളും കാസർഗോഡ് ടൗണിലെയും ഉപ്പളയിലെയും മേൽപ്പാലവും 17 അടിപ്പാതകളുമുണ്ട്. മേൽപ്പാലങ്ങൾ 75 മുതൽ 95% വരെ പൂർത്തിയായി. അടിപ്പാതകളിൽ 10 എണ്ണം ഗതാഗതത്തിനായി തുറന്നു. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് റീച്ചിന്റെ കരാർ. 1704 കോടി രൂപയാണ് അടങ്കൽ. 62.3% പൂർത്തിയായിരിക്കുന്ന തലപ്പാടി ചെങ്കള റീച്ചാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 4 റീച്ചുകളിൽ ഏറ്റവും വേഗത്തിൽ പ്രവൃത്തി പുരോഗമിക്കുന്ന റീച്ച്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റ് റീച്ചുകളായ ചെങ്കള, നീലേശ്വരം റീച്ചിൽ 48%, നീലേശ്വരം തളിപ്പറമ്പ് റീച്ചിൽ 44%, തളിപ്പറമ്പ് മുഴപ്പിലങ്ങാട് റീച്ചിൽ 42% പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കുന്നത്. ആകെ കണക്കെടുക്കുമ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ റീച്ചുകളിൽ ദേശീയപാത വികസനം ഇതുവരെ പൂർത്തിയായത് ശരാശരി 49%. റെയിൽവേ മേൽപ്പാലങ്ങളുടെ പണി 20% പോലും ആയില്ല.
2025 മാർച്ച് 31 വരെയാണ് കരാർ കാലാവധി. അതായത് ഇനി 1.25 വർഷത്തിനുള്ളിൽ 51% പ്രവൃത്തി പൂർത്തീകരിക്കണം. 2021 ഒക്ടോബർ 1 കണക്കാക്കി നൽകിയ കരാർ ആദ്യം 2024 മാർച്ച് 31 വരെയായിരുന്നു. പിന്നീട് ഇത് 2025 മാർച്ച് 31 ആക്കി 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകുകയായിരുന്നു. എന്നിട്ടും പ്രവൃത്തി മന്ദഗതിയിലായിരിക്കുന്നത് ദേശീയപാത വികസനം സമയബന്ധിതമായി പൂർത്തിയാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുയർത്തുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്കായി ടൗണിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മന്ദിരം ഉദ്ഘാടനം നടന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്കായി ടൗണിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മന്ദിരം ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് പൊതുസമ്മേളനം നടന്നു. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച കോടികളുടെ കണക്ക് സംസ്ഥാനം നൽകാൻ തയ്യാറായില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിക്കാൻ കരുത്തുള്ളവരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് അവർ ഓർക്കുന്നത് നന്നാണെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി ആവിഷ്കരിച്ചത്. അതിനുവേണ്ടിയാണ് അന്നപൂർണ പദ്ധതി ആവിഷ്കരിച്ചത്. അതിനുവേണ്ടിയാണ് ഇവിടുത്തെ ക്ഷേമ പെൻഷനുകൾ നമ്മുടെ നാട്ടിലേക്ക് കൊടുത്തയച്ചത്. പക്ഷെ ഗതികേടെന്ന് പറയട്ടെ, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വപ്നം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും സ്വർണ്ണക്കടത്ത് കേസിൽ നിന്ന് മകനെയും മകളെയും പിന്നെ ഭാര്യയെയും ഊരിയെടുക്കാൻ സാധിക്കുമോ എന്നാണ്. കാരണം അദ്ദേഹത്തിന് വളരെ വാർദ്ധക്യമായിട്ടുണ്ട്. പൊതുസമ്മേളനത്തിൽ കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PP കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി A വേലായുധൻ, മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ, T കുഞ്ഞിരാമൻ, M ഭാസ്കരൻ, KTV മോഹനൻ, PV വിജയൻ, PV കരുണാകരൻ, U രാജൻ, K നളിനി, A ഷൈജു എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരുവാതിര, കൈകൊട്ടിക്കളി, ഫ്യൂഷൻ ഡാൻസ് എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം BMS കാസർഗോഡ് മേഖലാ കമ്മിറ്റി മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മലിനജലം ഒലിച്ചിറങ്ങി നഗരത്തിലെത്തുന്ന യാത്രക്കാർക്കും ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കും വലിയ ബുദ്ധിമുട്ടായി മാറുകയാണ്. മലിനജലത്തിന്റെ ദുർഗന്ധം കാരണം മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ്. ഈ പരിസരത്ത് ജോലി ചെയ്യുന്നവർക്ക് അസുഖങ്ങൾ പിടിപെടുകയും ചെയ്യുന്നു. ഇതിന് ഉടൻ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം BMS കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണാ സമരം BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. ഓരോ ഹോട്ടലുകൾക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള ടാങ്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് ശാശ്വതമായ പരിഹാരം കാണണം എന്നുള്ളതാണ് BMS ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ടാക്സി തൊഴിലാളികളും എല്ലാം തന്നെ മാരകമായ രോഗത്തിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. ഇന്ന് ദിനം പ്രതി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് തൊഴിലാളികൾ. അതിന്റെ ഒരു വലിയൊരു പ്രാധാന്യം, അതിന്റെ ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് അധികൃതർ പെരുമാറണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. മേഖലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ ചാത്തങ്കി അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ KA ശ്രീനിവാസൻ, അനിൽ B നായർ, ജോയിന്റ് സെക്രട്ടറി P ദിനേശ് S, K ഉമേഷ് എന്നിവർ സംസാരിച്ചു. റിജേഷ് JP നഗർ സ്വാഗതവും മനോഹരൻ നെല്ലിക്കുന്ന് നന്ദിയും പറഞ്ഞു. മാർച്ചിന് പ്രസാദ് A, കേശവ ജനാർദ്ദൻ, അണക്കൂർ രവി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് DAPL മഞ്ചേശ്വരം നിയോജക മണ്ഡലം തല ക്യാമ്പ് ജനുവരി 7 ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. DAPL മഞ്ചേശ്വരം നിയോജക മണ്ഡലം തല ക്യാമ്പ് ജനുവരി 7 രാവിലെ 9 മുതൽ ഉപ്പള നയാ ബസാറിലെ ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, AKM അഷ്റഫ് MLA എന്നിവർ പങ്കെടുക്കും. DAPL എന്ന ഭിന്നശേഷി സംഘടനയുടെ രൂപീകരണത്തിന് ശേഷം നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലം തല പ്രഥമ ക്യാമ്പിൽ UDID കാർഡിനുള്ള അപേക്ഷ സ്വീകരിക്കലും ബോധവൽക്കരണവും നടക്കും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ ആധാർ കാർഡ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, ഫോട്ടോ എന്നിവ കൊണ്ടുവരേണ്ടതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി AK ആരിഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി കുഞ്ഞബ്ദുള്ള കൊളവയൽ, ജില്ലാ സെക്രട്ടറി ബേബി മുഹമ്മദ്, മണ്ഡലം പ്രസിഡന്റ് VP അബ്ദുൽ ഖാദർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
KEA കുവൈറ്റ് കാസർഗോഡ് ജില്ലാ അസോസിയേഷന്റെ സഗീർ തൃക്കരിപ്പൂർ മെമ്മോറിയൽ കുടിവെള്ള പദ്ധതിയുടെ 5ാമത് സംരംഭം കാസർഗോഡ് GUP സ്കൂളിലെ കുട്ടികൾക്ക് സമർപ്പിച്ചു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. KEA കുവൈറ്റ് 19 വർഷം പിന്നിടുമ്പോൾ കുവൈറ്റിലെ പ്രവർത്തനങ്ങൾക്കൊപ്പം നാട്ടിൽ നടപ്പിലാക്കിയ പദ്ധതികൾ നിരവധിയാണ്. കാസർഗോഡ് താലൂക്ക് ആശുപത്രിയിലും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും ബഡ് സ്കൂളുകൾക്കും സഹായം നൽകി. ഇതിനുശേഷം കോളിയടുക്കം ഹൗസിംഗ് കോളനിയിലും മുള്ളേരിയ ഗാഡിഗുഡയിലും തൃക്കരിപ്പൂരും അങ്കടിമുഖർ ഹൈസ്കൂളിലും കുടിവെള്ള പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കുകയും 5ാമത്തെ സംരംഭമായി കാസർഗോഡ് GUP സ്കൂളിൽ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. സംഘടനയുടെ സ്ഥാപക നേതാവും മുഖ്യ രക്ഷാധികാരിയുമായിരുന്ന സഗീർ തൃക്കരിപ്പൂരിന്റെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് KEA ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. കാസർഗോഡ് GUP സ്കൂളിൽ നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. 60,000 ഉറുപ്പിക ചെലവഴിച്ചാണ് ഈ കുടിവെള്ള പദ്ധതി ഈ സ്കൂളിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഒരുപാട് സ്കൂളുകളിൽ ഇതുപോലെയുള്ള കുടിവെള്ള പദ്ധതികൾ കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ കുവൈത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. കുടിവെള്ള പദ്ധതി മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ എൻഡോസൾഫാൻ ഇരകളെ സഹായിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും എപ്പോഴും ആവേശദായകമാണ്. പദ്ധതി കൺവീനർ സലാം കളനാട് അധ്യക്ഷത വഹിച്ചു. KEA ഹോം കമ്മിറ്റി പ്രസിഡന്റ് എഞ്ചിനീയർ അബൂബക്കർ, GUP കാസർഗോഡ് HM ഇൻചാർജ് ഷേളി ടീച്ചർ, SMC ചെയർമാൻ ലൈജുമോൻ KC, PTA പ്രസിഡന്റ് റാഷിദ് പൂരണം, കാസർഗോഡ് മുനിസിപ്പൽ മെമ്പർ ശ്രീലത ടീച്ചർ, സുരേഖ ടീച്ചർ എന്നിവർ സംസാരിച്ചു. KEA റിഗൈ ഏരിയ ജനറൽ സെക്രട്ടറി സത്താർ കൊളവയൽ, KEA പ്രവർത്തക സമിതി അംഗം റസാഖ് ചെമ്മനാട്, ഹോം കമ്മിറ്റി പ്രതിനിധി AK ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. KEA മുൻ പ്രസിഡന്റ് PA നാസിർ സ്വാഗതവും KEA ഹോം കമ്മിറ്റി പ്രതിനിധിയും മുൻ സ്പോർട്സ് കൺവീനറുമായ സമീഉള്ള KV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഗവൺമെന്റ് അന്ധവിദ്യാലയത്തിന് 2000 വർഷത്തെ കാസർഗോഡ് ജില്ലയിലെ പോലീസ് ബാച്ചിന്റെ കൈത്താങ്ങ്. സേനാംഗങ്ങളുടെ സഹായത്തോടെ വാങ്ങിയ ഇൻവെർട്ടർ വിദ്യാലയത്തിലേക്ക് നൽകി. കാസർഗോഡ് ഗവൺമെന്റ് അന്ധവിദ്യാലയത്തിന് ഇൻവെർട്ടർ നൽകി മാതൃകയായി 2000 വർഷത്തെ കാസർഗോഡ് ജില്ലയിലെ പോലീസ് ബാച്ച് സേനാംഗങ്ങളുടെ സഹായത്തോടെ വാങ്ങിയ ഇൻവെർട്ടർ വിദ്യാലയത്തിലെത്തി കൈമാറി. സ്കൂൾ ഹെഡ് മിസ്ട്രസിന് ഇൻവെർട്ടർ കൈമാറി ചടങ്ങ് ജില്ലാ പോലീസ് മേധാവി ബിജോയ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തെ സേവിക്കാൻ സന്നദ്ധരായ നമ്മൾ അതിനുവേണ്ടി ഒരു വ്യത്യസ്തമായ മാതൃക ഇവിടെ കാട്ടിക്കൊടുക്കുകയാണ്. എന്തുകൊണ്ടും ഏറ്റവും അനുയോജ്യമായ ഒരു തീരുമാനമാണ് നിങ്ങളുടേത്. ആ തീരുമാനം നിങ്ങൾ നടപ്പിലാക്കിയതിലും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും മെഡലുകളും കൈമാറി. 2000 വർഷത്തെ പോലീസ് ബാച്ച് പ്രസിഡന്റ് സുരേഷ് KTN അധ്യക്ഷത വഹിച്ചു. പോലീസ് ഇൻസ്പെക്ടർ പ്രമോദ് P, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഓമന C, KPOA ജില്ലാ കമ്മിറ്റി ട്രഷറർ സുഭാഷ് VT, PTA പ്രസിഡന്റ് PK റിയാസ് എന്നിവർ സംസാരിച്ചു. 2000 വർഷത്തെ പോലീസ് ബാച്ച് സെക്രട്ടറി പ്രമോദ് P സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് രാജേഷ് ബാബു M നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദ്യാവര ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡ് ബിയുടെ 30ാം വാർഷികത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരം മുൻ MLAയുടെ സ്മരണാർത്ഥം ഓട്ടോ സ്റ്റാൻഡിലേക്ക് സ്ഥാപിച്ച റദ്ദുച്ച സ്മാരക ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. മുതിർന്ന രാഷ്ട്രീയ നേതാവും ഉദ്യാവര 1000 ജമാഅത്ത് പ്രസിഡന്റുമായ സയ്യിദ് സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA PB അബ്ദുൾ റസാഖ് നാടിൻ്റെ ജനങ്ങൾക്ക് നൽകിയ സേവനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഓട്ടോ ഡ്രൈവർമാർ നാട്ടുകാർക്ക് മധുരപലഹാരം വിതരണം ചെയ്യുകയും യാത്രക്കാർക്ക് മികച്ച സേവനം നൽകുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. മുതിർന്ന രാഷ്ട്രീയ നേതാവും ഉദ്യാവരം 1000 ജമാഅത്ത് പ്രസിഡന്റുമായ സൈഫുള്ള തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നാഷണൽ ഹൈവേ വന്നതിന് ശേഷം പഴയ കച്ചവടക്കാരെല്ലാം അസ്തമിക്കുകയും പുതിയ കച്ചവടത്തിന്റെ രീതി വരികയും ചെയ്യുകയാണ്. ഇനി കുറച്ചു കാലത്തിനിടയിൽ നമ്മുടെ ഈ എക്സ്പ്രസ് ഹൈവേ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം നാഷണൽ ഹൈവേയിലൂടെ ദീർഘയാത്ര ചെയ്യുന്നവരെല്ലാവരും നേരെ എക്സ്പ്രസ് ഹൈവേയിൽ പോവുകയും നാട്ടുമ്പുറത്തുകാരായ നമ്മുടെ നാട്ടുകാരായ ജനങ്ങൾ മാത്രം സർവീസ് റോഡിൽ യാത്ര ചെയ്യുന്ന ഒരു കാലം വരും. ആ സമയത്ത് നമ്മുടെ ഒരു ഏരിയയിലെ കച്ചവടം വികസിക്കണമെങ്കിൽ നാട്ടുകാരെല്ലാം ഒത്തൊരുമയോടുകൂടെ നമ്മുടെ ഇതിലേക്ക് എക്സ്പ്രസ് ഹൈവേയിലൂടെ പോകുന്ന യാത്രക്കാരെ ആകർഷകരാക്കുന്ന രീതിയിൽ
നമുക്കിവിടെ കാര്യങ്ങൾ നിർവഹിക്കണം. നിർവഹിച്ചാൽ മാത്രമേ ഇവിടെ എല്ലാവർക്കും ഗുണമുണ്ടാകൂ എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ സന്ദർഭോചിതമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. STU സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി റദ്ദുച്ച സ്മാരക നാമഫലകം അനാച്ഛാദനം ചെയ്തു. അഫ്താബ് കേതമ്പടി അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ ഹനീഫ് മുസ്തഫ ഉദ്യാവര, മുഹമ്മദ് സിദ്ദീഖ്, മുംതാസ് സമീറ, നേതാക്കളായ മൊയ്തീൻ കുഞ്ഞി, അബ്ദുൽ ഖാദർ KM, മുക്താർ A, നാസർ ഷാഫി, മുഹമ്മദ് അപ്പോളോ, സലീം, സഫർ, അഷ്ഫാഖ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് ഹിറ കുടുംബ കൂട്ടായ്മയുടെ ഖുറാൻ പഠന പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. ഖുറാൻ വ്യാഖ്യാതാവും പണ്ഡിതനുമായ നാസർ ചെറുകര ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ സമസ്ത മേഖലകളെയും സമഗ്രമായി പ്രതിപാദിക്കുന്ന സർവതല സ്പർശിയായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുറാൻ എന്ന് ഖുറാൻ വ്യാഖ്യാതാവും പണ്ഡിതനുമായ നാസർ ചെറുകര. ജീവിതത്തിന് വഴികാട്ടുന്ന ഖുറാൻ അർത്ഥസഹിതം പഠിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണെന്ന് ഹിറ മസ്ജിദ് അങ്കണത്തിൽ പ്രതിവാര ഖുറാൻ പഠന പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മൊയ്തു ഏരിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. BM മുഹമ്മദ് കുഞ്ഞി, T മുഹമ്മദ് അസ്ലം എന്നിവർ സംസാരിച്ചു. എല്ലാ വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് 6:30 പ്രഭാഷണം നടക്കും. സംശയ നിവാരണത്തിന് അവസരവും ഒരുക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി ഇടവക വികാരിയും തലശ്ശേരി അതിരൂപത വികാരി ജനറാളുമായ മോൺ മാത്യു ഇളംതുരുത്തിപ്പടവിൽ കൊടിയുയർത്തി. കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫൊറോന ദേവാലയത്തിലെ 10 ദിവസത്തെ തിരുനാളിന് തുടക്കമായി. ഇടവക വികാരിയും തലശ്ശേരി അതിരൂപത വികാരി ജനറാളുമായ മോൺ മാത്യു ഇളംതുരുത്തിപ്പടവിൽ കൊടിയുയർത്തി. ജപമാലയ്ക്കും ദിവ്യബലിക്കും നൊവേനയ്ക്കും കാഞ്ഞങ്ങാട് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജിതിൻ വയലുങ്കൽ കാർമ്മികത്വം വഹിച്ചു. 13 വരെ രാവിലെ 6:15 ദിവ്യബലിയും വൈകിട്ട് 4:30 ജപമാലയും 5 മണിക്ക് കുർബാന, നൊവേന എന്നിവയും നടക്കും. ക്രൈസ്റ്റ് ട്രോഫി അഖില കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂളിൽ തുടക്കമായി. കാസർഗോഡ് അസിസ്റ്റന്റ് കളക്ടർ K ദിലീപ് കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. 9ാമത് ക്രൈസ്റ്റ് ട്രോഫി അഖില കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂൾ ഗ്രൌണ്ടിൽ വർണ്ണശബളമായ തുടക്കം. കാസർഗോഡ് അസിസ്റ്റന്റ് കളക്ടർ K ദിലീപ് കൈനിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് തെങ്ങടിയിൽ അധ്യക്ഷനായി. ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആജീവനാന്ത പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്ത PJ സണ്ണി, മുൻ ഇന്ത്യൻ ടീം കോച്ചായ PC ആന്റണി, കോഴിക്കോട് ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് സെബാസ്റ്റ്യൻ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിലിലെ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ നോമിനി P രഘുനാഥ് എന്നിവർ സംസാരിച്ചു. ക്രൈസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോർജ് പുഞ്ചയിൽ സ്വാഗതവും സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ബിജോ തോമസ് നന്ദിയും പറഞ്ഞു. ഡ്രോപ്പ് സ്കിപ്പിംഗ്, ഡിസ്പ്ലേ, ശിങ്കാരിമേളം എന്നിവ ഉദ്ഘാടനത്തിന് മാറ്റുകൂട്ടി. ഉദ്ഘാടന മത്സരത്തിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് ദേവഗിരി പബ്ലിക് സ്കൂൾ നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പരാജയപ്പെടുത്തി വിജയം സ്വന്തമാക്കി. വനിതാ വിഭാഗത്തിൽ ചന്ദനകാമ്പാറ ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിക്കുന്ന് GHSനെ പരാജയപ്പെടുത്തി വിജയം സ്വന്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലൂയി ബ്രെയിൽ ദിനാചരണം സക്ഷമ കാസർഗോഡ് ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സക്ഷമ കാസർഗോഡ് ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലൂയി ബ്രെയിൽ ദിനാചരണം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിറിൽ സംഘടിപ്പിച്ച പരിപാടി പ്രധാനാധ്യാപിക ഭവ്യ H ഉദ്ഘാടനം ചെയ്തു. Isn't it? But we have the luck to enjoy all of this. At the same time, they cannot. You may have seen, many students, many special schools are there. Have you seen such type of schools, such type of students? So here, to make them happy. സക്ഷമ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് CC ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വർക്കിംഗ് ചെയർമാൻ TV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീതാ ബാബുരാജ് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് സിവിൽ പോലീസ് ഓഫീസറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് AR ക്യാമ്പിലെ CPO സുധീഷാണ് മരിച്ചത്.
കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിനു മുന്നിലെ റോഡിൽ യുവജന സംഘടനകൾ സ്ഥാപിച്ച പ്രചാരണ നിർമ്മിതികൾ പൊളിച്ചു നീക്കി. സബ് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലെ നിർദ്ദേശപ്രകാരമാണ് നിർമ്മിതികൾ നീക്കിയത്. കാസർഗോഡ് സംഘടിപ്പിച്ച സംസ്ഥാനത്തെ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ വാക്പോര്. കേന്ദ്രമന്ത്രി വി മുരളീധരനും മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിലാണ് വാക്തർക്കമുണ്ടായത്. ദേശീയപാത വികസന പ്രവൃത്തി. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 4 റീച്ചുകളിൽ ഏറ്റവും വേഗത്തിൽ പ്രവൃത്തി പുരോഗമിക്കുന്ന റീച്ചായി തലപ്പാടി ചെങ്കള റീച്ച്. 62.3% പ്രവൃത്തി പൂർത്തിയായി. BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്കായി ടൗണിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന ആവശ്യം. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം BMS കാസർഗോഡ് മേഖലാ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.